بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദീനിൻ്റെ ഏതൊരു വിഷയങ്ങൾ എടുക്കുകയാണെങ്കിലും അത് ഓരോ കാലഘട്ടത്തിനും ഏറ്റവും മൂല്യമുള്ള ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ദീൻ പറയുക. ദീനിൽ പറഞ്ഞൊരു വിഷയം ഒരു കാലഘട്ടത്തിനും ഉപകാരമില്ലാത്ത ഒരു കാര്യം ദീൻ പറയില്ല. ദീനിൻ്റെ സിമ്പലായിട്ട്, ചിഹ്നങ്ങളായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യമുള്ള പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫലസ്തീനികൾക്ക് ഭക്ഷണവും വെള്ളവും തടഞ്ഞ ഒരു വിഷയത്തെ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അപ്പോഴാണ് എനിക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കൽ അനിവാര്യമാണ് എന്ന് തോന്നിയത്. പരിശുദ്ധ ഖുർആനിൽ പുണ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗമുണ്ട്. പുണ്യവാന്മാർ, അൽ അബ്റാർ എന്നാണ് അവർ പറയുന്നത്. പുണ്യവാന്മാർ എന്നർത്ഥം. ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിലെ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 5 മുതൽ 10 വരെയുള്ള വചനങ്ങൾ അബ്റാരീങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇന്നൽ അബ്റാറ യസ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ എന്ന് തുടങ്ങുന്ന ഭാഗം. ഇവർ ഈ പുണ്യവാന്മാർ ആയത് എങ്ങനെയാണ്, ഇത്രയും പുണ്യമുള്ള ആളുകളായി തീർന്നത് എങ്ങനെയാണ് എന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനമായ പ്രത്യേകത വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അവർക്ക് ഭക്ഷണത്തിനോട് താല്പര്യമുണ്ടായിരിക്കെ തന്നെ ആ ഭക്ഷണത്തെ അവർ മിസ്കീന്മാർക്കും യത്തീമുകൾക്കും അതേപോലെ ബന്ധനസ്ഥരായി കിടക്കുന്ന, കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കും നൽകുമായിരുന്നു. ഇപ്പൊ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ചർച്ചയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, അല്ലേ? മറ്റേ റഫ അതിർത്തി തുറന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയത്. നമ്മൾ അറിയേണ്ട ഒരു പ്രധാനമായ കാര്യം, റഫ അതിർത്തി തുറന്ന ആ സമയത്ത് അവിടേക്ക് ഭക്ഷണത്തിനായിട്ട് ഓടി വന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റേ ലോറിയും മറ്റും ഒക്കെ ഓടി വന്ന ആൾക്കാർ. ആ ഓടി വന്ന ആളുകൾ ഭക്ഷണത്തിന് തിക്കും തിരക്കും കൂട്ടിയിട്ട് 1000 പേര് മരിച്ചു. ഭക്ഷണത്തിന് തിക്കും തിരക്കും കൂട്ടിയിട്ട് കൂട്ടപ്പട്ടിണി എന്നാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞത്. ഭയാനകം എന്നാണ് യൂണിസെഫ് അതിനെ സംബന്ധിച്ച് വിലയിരുത്തിയത്. ലോകം കണ്ട 2 മഹായുദ്ധങ്ങളുണ്ട്, 1ഉം 2ഉം മഹായുദ്ധങ്ങൾ. ആ 1ാം ലോക 2ാം ലോക മഹായുദ്ധങ്ങളിൽ പോലും ഇത്രത്തോളം ഭീകരത ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. കാരണം 127 പേര് പട്ടിണി മൂലം ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മരിച്ചു. 127 പേര്. അതിൽ 85 പേര് കുട്ടികളാണ്. 127 പേരുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വെടിവെച്ചു വന്നു. ഈ ഭക്ഷണ പോഷകാഹാരക്കുറവ് മൂലം അവിടെ മരണത്തിലേക്ക് എത്തിപ്പെടുന്ന ഏകദേശം ആളുകളുടെ കണക്കെടുത്തിൽ 56,000 സംതിങ് ആളുകൾ, 425ഓളം ആളുകൾ
പോഷകാഹാരം മൂലം ഇല്ലാതെ അവർ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയാണത്. ന്യൂബോൺ മുതൽ, അതായത് ഇപ്പൊ പ്രസവിച്ച കുട്ടി മുതൽ 12 മാസം, 1 വയസ്സ് വരെയുള്ള 937 കുട്ടികൾ, 1 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെയുള്ള 4717 കുട്ടികൾ, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 6325 കുട്ടികൾ, 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള 5342 കുട്ടികൾ. ഇത്രയും ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് ഭക്ഷണം കിട്ടാതെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മറ്റേ ഈജിപ്ത് കുപ്പിയിൽ ധാന്യങ്ങളാക്കി അയച്ച കഥ പറഞ്ഞില്ലേ? ആ ധാന്യങ്ങളായിട്ട് അയച്ച കൂട്ടത്തിൽ റഫ അതിർത്തി തുറന്ന് അതിൽ നിന്ന് കിട്ടിയ ഒരു ഗോതമ്പ് മാവിന്റെ ചാക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ഫലസ്തീനി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 10 ദിവസങ്ങൾക്ക് ശേഷം ഒരു ചാക്ക് ഗോതമ്പ് മാവ് കിട്ടിയിരിക്കുന്നു. 10 ദിവസങ്ങൾക്ക് ശേഷം. ഭയങ്കര ഗൗരവമുള്ള വിഷയമാണത്. അതാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. മിസ്കീന്മാർക്ക്, യതീമീങ്ങൾക്ക്, കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ. ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മറ്റേ ബാങ്ക് ലോണിലൊക്കെ പെട്ട് കുടുങ്ങിപ്പോയ ആളുകൾ, അങ്ങനെ പല പ്രയാസങ്ങളിൽ അകപ്പെട്ട ആളുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും, അവരെ പറ്റി പറയും, എന്തിനാണ് അവർ പലിശക്ക് എടുക്കാൻ പോയത്, ബാങ്കിന് എടുക്കാൻ പോയത്, എന്തിനാ? അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അവരൊരു ബോധപൂർവം പോയിട്ട് എടുത്തതല്ല. അവർ നമ്മുടെ മുമ്പിൽ കൈ നീട്ടി യാചിക്കാതിരിക്കാൻ, അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ അവരെന്ത് ചെയ്ത്, ഇതെടുത്താൽ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവർ പോയി എടുത്തതാണ്. അങ്ങനെ കുടുങ്ങിയ ആൾക്കാരാണ് അവര്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ പറ്റിയാണ് അവരെ പറ്റിയാണ് പറഞ്ഞത് അൽ അബ്റാർ, പുണ്യവാന്മാർ. ഇത് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ മനസ്സിൽ കരുതിയിരിക്കുന്നത് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഞങ്ങൾ ഇത് തരുന്നത് അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. ചില ആൾക്കാരൊക്കെ ഭക്ഷണം കിറ്റൊക്കെ കൊടുക്കുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇടും. അതാ വാങ്ങിക്കുന്ന ആളുടെ മുഖത്തെ ദയനീയത അല്ലേ ഈ പ്രചരിപ്പിക്കുന്നത്. ഒരിക്കലും ചെയ്യരുത്. ഒരു സദക്ക, ഒരു ദാനം ചെയ്യാൻ, സംഗതി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിൽ ഇത് വാങ്ങിക്കുന്നവന്റെ ഫോട്ടോയും വീഡിയോയും എന്തിനാ ഷെയർ ചെയ്യണത്? അത് വല്ലാത്തൊരു പ്രയാസമുള്ള കാര്യമാണ്. അവർ പറയണത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. വലാ ലാ നുരീദു മിൻകും ജസാഅൻ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലം ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. വലാ ശുക്കൂറ, നിങ്ങൾ ഇതിനൊരു താങ്ക്സ് പോലും പറയണ്ട. ഇത് കിട്ടിയതിന്റെ പേര് ഒരു താങ്ക്സ് പോലും, ആ താങ്ക്സ് പറഞ്ഞാൽ പോലും ഞങ്ങളുടെ കൂലി കുറഞ്ഞു പോകും. അതവർ കരുതണം. ശുക്രൻ പറയണ്ട, അത് വേണ്ട. പ്രാർത്ഥിക്കൂ എന്ന് പോലും ഞങ്ങൾ പറയില്ല നിങ്ങളോട്. സദക്കയുടെ ഒരു മര്യാദപ്പെട്ടതാണ് അത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ഇറക്കിട്ടോ, ഇതുപോലും പറയാൻ പാടില്ല. അതുപോലും പ്രതീക്ഷിക്കേണ്ട അവൻ്റെ ഇന്ന്. അങ്ങനെ കൊടുക്കാൻ കഴിയണം നമുക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? അറിയേണ്ട ഒരു പോയിന്റാണത്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരുപാട് കടിച്ചാ പൊട്ടാത്ത കുറെ ആദർശം വേദികളിൽ നിന്ന് പ്രസംഗിച്ച് തഴമ്പ് വന്ന കുറെ കൂലിപ്രാസംഗികന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ. തഴമ്പ് വന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. നമുക്കിപ്പോൾ പഠിക്കേണ്ട വിഷയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ജിന്നും സിഹറും കൂടോത്രം മന്ത്രവാദവും. ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? യുഗം ഏതാണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി മാത്രമാണ്
സമൂഹത്തിന്റെ ഇടയിൽ ഈ ജിന്ന് പിശാജ് മറ്റേ റുഖിയ ശറഇയ്യ അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് ദീൻ പഠിപ്പിക്കാനല്ല. ഞാൻ എനിക്കെന്താ വിഷയം പറഞ്ഞാൽ വഴങ്ങൂലേ? പക്ഷെ ഞാൻ അത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും അതുകൊണ്ട്? ഇതിങ്ങനെ ഈ സമൂഹത്തിന്റെ ഇടയിൽ പറയാ, ചാനലുകളിലടക്കം ഇരുന്നിട്ട് ഇത് തന്നെ പറയുക, ലജ്ജയില്ലാത്തൊരു കൗമ്. എന്തുമാകട്ടെ, ഇസ്ലാം എന്താണെന്ന അല്ലാഹു റസൂലിനോട് ചോദിക്കുന്നത്. അംർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണിത്. തയ്യിബുൽ കലാം, തയ്യിബുൽ കലാം, നല്ല വർത്തമാനം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാ, നല്ല വർത്തമാനം. വ ഇത്ആമു തആം, ഭക്ഷണം കൊടുക്കല്. ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള കാര്യങ്ങളെ എവിടെ പറയുമ്പോഴും അവിടെ ഏതാ ഇടുക? ഭക്ഷണം കൊടുക്കുക, അന്നം കൊടുക്കുക. അത് വലിയ മഹത്തമായി തന്നെ ഇസ്ലാം എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, ലൈസ സദഖത്തുൻ അഅ്ലമ അജ്റൻ മിമ്മാഇൻ, വെള്ളം വിതരണം ചെയ്യുന്നതിനേക്കാൾ മഹത്വമുള്ള മറ്റൊരു സദഖ ഇല്ല. വെള്ളം കൊടുക്കുക, അതിനേക്കാളും നല്ല സദഖ വേറെ ഇല്ല. ഒരുപക്ഷെ നമ്മൾ മലപ്പുറംകാർക്ക് ഈ പറഞ്ഞ വിഷയത്തെ പറ്റി അതിന്റെ സൈഡ് അതിന്റെ നെഗറ്റീവ് വശങ്ങളെ പറ്റി വലിയ ധാരണ ഉണ്ടാകൂല. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കാനും അതേപോലെ ഉള്ള ദാനങ്ങൾക്കും നമ്മുടെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ. തെക്കൻ കേരളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടൂല. ഇന്ത്യ വിട്ട്, കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയാം. വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം തരില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു യാത്രയിൽ അനുഭവമുള്ളതാണ്, യാത്രയിൽ അനുഭവമുള്ളതാണ്. കുപ്പിയിൽ വെള്ളം, ഞാൻ ഈ പ്ലാസ്റ്റിക് കുപ്പിയിലത്തെ വെള്ളം മേടിച്ച് കുടിക്കാറില്ല. അപ്പോൾ അതിനുവേണ്ടി സ്റ്റീലിൻ്റെ ഒരു ബോട്ടിൽ വണ്ടിയിൽ കരുതും. അത് തീരുമ്പോൾ എവിടെയെങ്കിലും വണ്ടി നിർത്തും, ഏതെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം മേടിച്ച് കുടിക്കും. അങ്ങനെ കഴിഞ്ഞൊരു യാത്രയിൽ നിർത്തിയിട്ട് കുറച്ച് വെള്ളം ഒരു വീട്ടിൽ പോയി ചോദിച്ചതാ, തരില്ല. ദാടിവാല ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ വണ്ടിയിൽ. എൻ്റെ മോനെ പോയത് വെള്ളം മേടിക്കാൻ. ദാടിവാല വണ്ടിയിൽ ഇരിപ്പുണ്ട്, അവർക്ക് വെള്ളം കൊടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ദീൻ ഇങ്ങനെ, ദീനിന്റെ ഓരോ വശങ്ങൾ കേട്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഇസ്ലാമിൽ ഖൈറായ കാര്യം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ഇമു തആം, ഭക്ഷണം കൊടുക്കലാണ്. വ തുസല്ലിമു സലാം, സലാം പറയലാണ്. കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജൂത റബ്ബിയാണ്, ജൂത പുരോഹിതനാണ്. ജൂത പുരോഹിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം അടയാളങ്ങൾ കൊണ്ട് നബിയെ തിരിച്ചറിയണം. അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയാം എന്ന നിലയിലാണ് പോയി നബീനെ കാണുന്നത്. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഖദിമൻ നബിയു നബി വന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ആളുകൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുകയാണ്, ഫകാന അവ്വലു ഷൈഇൻ സമിഅതുഹു യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനയിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യം അഫ്ഷുസ്സലാം, സലാം പറയുക. നമുക്ക് സലാം പറയണ ഒരു വിഷയം ഒരു ക്ലാസ് ആയിട്ട് പറയണം കേട്ടോ, എന്താ സലാം പറയേണ്ടെന്നുള്ളത്, എങ്ങനെയാ പറയേണ്ടെന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അഫ്ഷുസ്സലാം, സലാം പറയുക. വ അത്ഇമു തആം, ഭക്ഷണം കൊടുക്കുക. വസിലുൽ അർഹാം, കുടുംബ ബന്ധം സ്ഥാപിക്കുക. ഈ പറഞ്ഞതിൽ എവിടെയാ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സുന്നത്ത് ഫർളുള്ളത്? നമ്മൾ ആരാധന എന്ന് പറഞ്ഞ് കാണുന്ന കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. സലാം പറയാൻ ആരാധനയാണ്. അതേപോലെ ഭക്ഷണം കൊടുക്കല്, കുടുംബ ബന്ധം സ്ഥാപിക്കൽ, ഇത് മൂന്നും പറഞ്ഞിട്ട് പറഞ്ഞു വസല്ലു വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുക. ജനങ്ങളൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്നത ബിസലാമിൻ, സമാധാനത്തോടെ സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പൊ മതത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ആരാധന എന്ന ഒരു ഭാവത്തിലേക്ക് വരുന്നത് 4ാമത്തെ കാര്യത്തിലാണ്, നിസ്കാരം. ബാക്കി 3ഉം സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, അല്ലേ? അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞതാണ് അത്ഇമുത്തആം, ഭക്ഷണം കൊടുക്കുക എന്ന്. രാത്രി നിസ്കാരം അവിടെയും മറ്റു നിസ്കാരങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. ജനങ്ങൾ ഉറങ്ങുമ്പോ നിസ്കരിക്കുക. അപ്പൊ 5 നേരത്തെ നിസ്കാരം ഫർളാക്കിയിട്ടില്ലേ? ഇല്ലേ? ഫർളാക്കിയിട്ടുണ്ട്. മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പാണല്ലോ മിഅ്റാജ് നടന്നത്. ഹിജ്റയുടെ മുമ്പാണ് നിസ്കാരം ഫർളാക്കണത്. ആ ഫർളാക്കിയ 5 നേരത്തെ നിസ്കാരത്തെ പറ്റി അല്ല അവിടെ പറഞ്ഞത്. നിസ്കാരത്തിന്റെ പ്രാധാന്യം കുറച്ചതല്ല ഞാനിത്. പക്ഷേ നമ്മുടെ ആളുകൾ 5 നേരം നിസ്കരിക്കുന്ന, നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള, നല്ല കട്ടിയൊക്കെയുള്ള, നീണ്ട താടിയൊക്കെയുള്ള, വെള്ളയൊക്കെ ഇട്ട് നടക്കണ, അങ്ങനെ ഉഷാറായിട്ട് നടക്കുന്ന ആൾക്കാർ നിസ്കരിക്കാൻ ജമാഅത്തിനൊക്കെ പള്ളിയിലുണ്ടാവും. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് വട്ടപൂജയായിരിക്കും അവര്. വട്ടപൂജ എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് അവരെ കൊണ്ട് അത് കൊടുപ്പിക്കില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. നിങ്ങൾ അറിയണം, ഭക്ഷണം കൊടുക്കുന്നതിന്റെ ആ പ്രാധാന്യം അറിയണമെങ്കിൽ ഇപ്പൊ ഇസ്ലാമില് ഫൈനുകളുണ്ട്. ഫൈൻ അടക്കേണ്ട വരില്ലേ? നമ്മള് റോട്ടുമ്മ കൂടെ ഇറങ്ങുമ്പോ വണ്ടിയിൽ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് വേണം? ഫൈൻ അടക്കണം. റോഡിന്റെ നിയമങ്ങൾ ലംഘിച്ചാൽ ഫൈൻ അടക്കണം, അല്ലേ? അതുപോലെ ഫൈൻ അടക്കേണ്ട വേറെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. ഇസ്ലാമിൽ ഫൈൻ ഉണ്ട്. ആ ഫൈൻ എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങളുടെ ഫൈൻ ഖുർആൻ പറയുന്നുണ്ട്. അതിന് കഫാറത്ത് എന്നാണ് പറയണത്. ഞാൻ ഫൈൻ എന്നിങ്ങനെ പറഞ്ഞെങ്കിൽ കഫാറത്ത്. 1 കഫാറത്തുൽ യമീൻ, 2 കഫാറത്തുൽ നദർ, 3 കഫാറത്തുൽ ഈലാ, 4 കഫാറത്തുൽ ദിഹാർ, 5ാമത്തേത് കഫാറത്തു ഇഫ്സാദി സൗം. ഇങ്ങനെ 5 കഫാറത്തുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഓരോന്ന് വിശദീകരിക്കാം. കഫാറത്തുൽ യമീൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സത്യം ചെയ്തു. എന്താ സത്യം? ഞാൻ ഇനി മുതൽ ചായ കുടിക്കൂല. ഒരാൾ അങ്ങനെ സത്യം ചെയ്തു. ചില ആൾക്കാർ അങ്ങനെ പല സത്യങ്ങളും ചെയ്യും. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ അടുത്തുനിന്ന് ഞാൻ ചായ കുടിക്കൂല, ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ അവൻ്റെ അടുത്ത് പോയി ചായ കുടിച്ചാലാ? ആ സത്യം ലംഘിക്കലാണ്. ഫൈനടക്കണം. ഫൈനടച്ചേ പറ്റൂ. ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഈ വിഷയത്തിൽ വലിയ ഒരു ഉണർവ് വന്നിട്ടില്ല കേട്ടാ. സത്യം ഇനി മേലിൽ നിന്റെ വീടിന്റെ പടിപ്പുരയിൽ ഞാൻ ചവിട്ടൂല, ഈ പടി ഞാൻ കയറൂല എന്ന് പറയും. എന്നിട്ട് പോയിട്ട് കയറും. ഇനി പിണക്കമൊക്കെ മാറ്റിയിട്ട് പോയി കയറിയാൽ, കയറണ്ടെന്നല്ല, കയറണം. അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ അഥവാ സത്യം ചെയ്താൽ ആ സത്യം ലംഘിക്കണം അയാള്, അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ. എന്നിട്ട് ആ ലംഘിക്കുമ്പോൾ ആ സത്യം ലംഘിച്ചതിന് ഫൈൻ അടക്കം വേണം. അതേപോലെ തന്നെ കഫാറത്തു നദർ, നേർച്ചയാക്കിയാലുള്ള കഫാറത്ത്. നേർച്ച, ഞാൻ എന്ത് ചെയ്യാം, അടുത്ത വ്യാഴാഴ്ച സുന്നത്ത് നോമ്പെടുത്തോളാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ലഭ്യമാകാൻ വേണ്ടി ഞാൻ ഇന്നത് നേർച്ചയാക്കിയിരിക്കുന്നു. അയാൾ ആ നേർച്ച നടപ്പിലാക്കിയില്ല. അല്ലെങ്കിൽ നേർച്ചയാക്കാൻ പാടില്ലാത്തൊരു കാര്യം നേർച്ചയാക്കിയിട്ട് പിന്നെ അത് പാടില്ല എന്ന് മനസ്സിലാക്കി. പക്ഷെ ആ നേർച്ച ലംഘിക്കണമല്ലോ, ഇതിൽ നിന്നും പിന്മാറണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പോ ഹറാമായ ഒരു കാര്യത്തിന് ഒരാളിപ്പം നേർച്ചയാക്കാണ്, എൻ്റെ ഒരു കച്ചവട കാര്യം ശരിയാക്കാൻ വേണ്ടി, എൻ്റെ ജോലി കാര്യം ശരിയാക്കാൻ വേണ്ടി ഞാൻ മമ്പറത്തെ തങ്ങൾക്ക് അവിടെ മക്ബറയിലേക്ക് എന്ത് ചെയ്യാം, ഒരു പുതപ്പ് സമ്മാനമായിട്ട് കൊടുത്തോളാം, നേർച്ചയാക്കി. അത് പാടില്ലാത്ത കാര്യമാണ്, ലംഘിക്കണം. അതല്ലെങ്കിൽ ഈല ഉണ്ടായി. ഈല എന്ന് പറഞ്ഞാല് ആൾക്കാർ ചിലപ്പോ അസ്മ ചെയ്യും, ഭാര്യമാരായിട്ട് വഴക്കുണ്ടാക്കുമ്പോ ഇനി ഞാൻ നീയായിട്ട് കിടക്കൂല, അത് ഈല ആണ്. അത് നമ്മൾ വെറുതെ പറഞ്ഞ വർത്താനായിരിക്കും ചിലപ്പോ. ഇനി എൻ്റെ കൂടെ ഞാൻ പൂർക്കണ പരിപാടിയില്ല, ഇതോടുകൂടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അതാണ് ഈലാഗ്. ഈലാഗ് ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ?
ഈലാ ചെയ്താൽ അത് 4 മാസത്തിനുള്ളിൽ ലംഘിക്കൽ നിർബന്ധമാണ്. അതിൽ നിന്നും പിന്മാറണം അയാൾ 4 മാസത്തിനുള്ളിൽ. ഞാൻ എൻ്റെ ഭാര്യയോട് പറയാം, ഞാൻ നീയുമായിട്ട് ഇനി ശാരീരിക ബന്ധം പുലർത്തൂല, മരണം വരെ ഞാൻ നിന്റെ കൂടെ കിടക്കൂല എന്ന ഒരാൾ ഈലാ ചെയ്യുന്നു കൂട്ടിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 4 മാസത്തിന്റെ ഉള്ളിൽ ഇത് ലംഘിക്കൽ നിർബന്ധമാണ് അയാൾ. 4 മാസത്തിനുള്ളിൽ അയാൾ അത് ലംഘിക്കുന്നില്ലെങ്കിൽ 4 മാസം പൂർത്തിയാകുന്ന അവിടം മുതൽ അത് വിവാഹമോചനത്തിലേക്കാണ് പോണത്. പിന്നെ പറ്റൂല. വലിയൊരു മസലയാണ്, ഭയങ്കര നിയമമാണത് ഈലാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ 3 കാര്യങ്ങളാ പറഞ്ഞ, യമീന്, അതേപോലെ നെദർ, ഈലാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിന് എന്താ ചെയ്യേണ്ടത്? 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. കേട്ടാ, അവിടെ ഭക്ഷണം പറഞ്ഞത്. ഈ പറയപ്പെട്ട 3 വിഷയങ്ങളുടെ കഫാറത്ത് 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. സ്വന്തം കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുന്നത് എന്താണോ അത് കൊടുക്കണം. ഏകദേശം 1.5 കിലോ ധാന്യമെങ്കിലും ഒരു വ്യക്തിക്ക് കണക്കാക്കിക്കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. 1.5 കിലോ ധാന്യമെങ്കിലും, അരിയോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ധാന്യം 10 മിസ്കീന്മാർക്ക്. അതല്ലെങ്കിൽ 10 സാധുക്കൾക്ക് വസ്ത്രം നൽകണം. അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇപ്പൊ അതില്ല. ഇതിനൊന്നും ഒരാൾക്ക് കഴിയില്ല എങ്കിൽ തുടർച്ചയായി 3 ദിവസം നോമ്പെടുക്കണം. ഇതാണ് കഫാറത്തുൽ യമീൻ, കഫാറത്തുൽ നദർ, കഫാറത്തുൽ ഈലാ എന്നുള്ളത്. അതിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 89-ാം വചനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്. കഫാറത്തുൽ ഈലാഇനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് 2-ാം അധ്യായം അൽ ബഖറയിലെ 226-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ലില്ലദീന യുഊലൂന മിൻ നിസാഇഹിം, അവരുടെ സ്ത്രീകളുമായി ഈലാ ചെയ്ത ആളുകൾ, തറബ്ബസു 4 അശ്ഹുരിൻ, 4 മാസം വരെ കാത്തിരിക്കാം. 4 മാസം കഴിഞ്ഞാൽ അയാൾ അവളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നില്ല എങ്കിൽ പിന്നെ അത് വിവാഹമോചനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് ഈലാ. അതുപോലെ തന്നെ 2-ാം വിഭാഗമായ ളിഹാർ എന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ ഇത് 3ഉം ഒരു സെക്ഷനാണ് കേട്ടോ. ഏത്? സത്യം ലംഘിക്കല്, നേർച്ച ലംഘിക്കല്, ഭാര്യയുമായിട്ടുള്ളതായ സംസർഗം അസുമ ചെയ്തിട്ട് സത്യം ചെയ്തിട്ട് അത് ലംഘിക്കൽ. ഇത് 3ഉം ഒരു കാറ്റഗറിയാണ്. 2-ാമത്തെ കാറ്റഗറിയാണ് ളിഹാർ എന്നുള്ളത്. ളിഹാർ എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവ ദൂഷ്യമാണ് ളിഹാർ. അതായത് ഭാര്യയുമായിട്ടൊക്കെ ഒരുമിച്ച് ജീവിച്ചു കൊണ്ടിരിക്കെ പ്രായത്തില് പുരുഷനോടൊപ്പം സ്ത്രീകൾ ഒരേ പ്രായമായി കഴിഞ്ഞാൽ പുരുഷന്റെ ഏറ്റവും സുന്ദര പ്രായം, അത് 40 വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്റെ ഏറ്റവും പവർഫുൾ ആയ ഏജാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ ആൾക്കാരുടെ കാര്യമല്ലേ പറഞ്ഞത്, ശരിക്കും പഴയ കാലത്താണ്. പക്ഷെ ഇന്ന് ഒക്കെ വളരെ ഡൗൺ ആയിപ്പോയി. 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് 55 വയസ്സ് വരെയൊക്കെ പുരുഷൻ ഏറ്റവും പവർഫുൾ ഏജാണ് അവൻ്റെ. അവരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ബന്ധം പുലർത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രായവും അതാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കും, ലൈംഗിക താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, ഇന്നത്തെ തലമുറ സെയിം ഏജിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കല്യാണം കഴിക്കുമ്പോൾ പരമാവധി ഒരു 10 വയസ്സിന്റെ വ്യത്യാസമെങ്കിലും ചുരുങ്ങിയത് വേണം എന്നുള്ളതാണ്. എങ്കിലാണ് ഇണക്കം കൂടുതലുണ്ടാവുള്ളൂ. ഭാര്യയുമായിട്ട് ഭർത്താവുമായി ഭാര്യയ്ക്കും ഇണക്കം ഉണ്ടാവുള്ളൂ. സെയിം ഏജിലുള്ളവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സ് ആകുമ്പോ 50 വയസ്സുകാരൻ ചിന്തിക്കുന്ന അതേ ലെവലിൽ 50 വയസ്സുകാരെയും ചിന്തിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്കിടയിൽ പരസ്പരം വിയോജിപ്പുകൾ ഉണ്ടാകും. എന്നാൽ പ്രായത്തിൽ ഒരു 10 വയസ്സെങ്കിലും ചുരുങ്ങിയ വ്യത്യാസമുണ്ട് എങ്കിൽ എന്നെക്കാൾ പ്രായത്തിൽ മൂത്ത ആൾ എന്ന ചിന്ത ഉണ്ടാകും അവർക്ക്. ഇയാൾക്കുണ്ടാകും എന്നെക്കാൾ പ്രായത്തിൽ താഴെയുള്ള ആൾ, ആ കരുണ ഉണ്ടാകും. അത് ഇസ്ലാം വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരേ ഏജിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കരുത്. എന്തായാലും
പഴയ കാലത്തൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഭാര്യക്ക് ഈ ലൈംഗിക താല്പര്യമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അങ്ങോട്ട് ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലാണ്ട് വന്നാൽ, എന്നാൽ ഒഴിവാക്കാനാണെങ്കിൽ മനസ്സ് സമ്മതിക്കുന്നില്ല. പല ആളുകൾക്ക് ഇപ്പോഴും ഉണ്ടാ മനസ്സ്, ഒഴിവാക്കാൻ മനസ്സ് സമ്മതിക്കണമില്ല, എന്നാൽ ഒരുമിച്ച് ജീവിക്കാനും താല്പര്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരെടുത്തിരുന്ന ഒരു ട്രിക്കാണ്, ഒരു തന്ത്രമാണ് ലിഹാർ ചെയ്യുക എന്നുള്ളത്. എന്താ ലിഹാർ എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ്. ലിഹാർ എന്ന് പറഞ്ഞാൽ മുതുക്, പുറം എന്നൊക്കെ അർത്ഥം. നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്നർത്ഥം. അങ്ങനെ പറയാ, അന്തക ലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മയുടെ പുറം പോലെയാണ്, എൻ്റെ ഉമ്മക്ക് തുല്യാണ് നീ എന്ന് പറയാ. ഉമ്മയുടെ സ്ഥാനത്താണ് ഇപ്പൊ ഞാൻ നിന്നെ കാണുന്നതെന്ന് പറയാം. അതാണ് ലിഹാർ. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേക തരം തലാക്കാണ്. ബന്ധം മുറിഞ്ഞു പോകുകയില്ല, എന്നാൽ ശാരീരിക ബന്ധം പുലർത്തുകയും വേണ്ട. അവർ വീട്ടിൽ തന്നെ ഉണ്ടാവും. ശാരീരിക ബന്ധം പുലർത്തേണ്ട, അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കണ്ട, ഒഴിവാക്കി എന്ന വേദന ഉണ്ടാകൂല. ഈ വിഷയം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അംർ എന്ന് പറയുന്ന പേരുള്ള ഒരു സഹാബിയുണ്ട്. അദ്ദേഹം ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഇയാളുടെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് ഭാര്യനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. അതിനൊരു കാരണം കാണാൻ കാത്തിരുന്നു. അതിനൊരു കാരണം കിട്ടി. കാരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അംർ എന്ത് ചെയ്തു? ഹൗല എന്നാണ് ഇയാളുടെ ഭാര്യയുടെ പേര്. ഹൗല ബിന്ത് സാലബ്. സാലബിന്റെ മകൾ ഹൗലയാണ്. ഭാര്യനോട് പറഞ്ഞു, അന്തി കലഹരി ഉമ്മിനി, എൻ്റെ ഉമ്മാനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഹൗല നല്ല പ്രായമായിട്ടുണ്ട്. അപ്പൊ ലിഹാറിന്റെ വാക്ക് കേട്ടപ്പോൾ ഹൗലയ്ക്ക് രോക്ഷം ഉണ്ടായി, ദേഷ്യം വന്നു. ഇതൊരു ജാഹിലിയ സ്വഭാവമല്ലേ, ഇസ്ലാമിലും ഇതുണ്ടോ എന്ന് തോന്നിയിട്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ ജാഹിലിയ സ്വഭാവം അത് നൃത്തം ചെയ്യാൻ അള്ളാഹിനോട് പറയണം. എന്നെ എൻ്റെ ഭർത്താവ് ലിഹാർ ചെയ്തിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിന്റെ തൊലിയെല്ലാം ഉണങ്ങിത്തുടങ്ങി, എൻ്റെ മാറിടം തൂങ്ങിപ്പോയി. എൻ്റെ മക്കൾക്ക് മാറിടം തൂങ്ങിയത് ഞാൻ എൻ്റെ മക്കൾക്ക് പാല് കൊടുത്തിട്ടാണ്. എൻ്റെ വയറെല്ലാം തൂങ്ങിയത് ഞാൻ എൻ്റെ മക്കളെ ഗർഭം ധരിച്ചിട്ടാണ്. ആകുന്ന കാലം അത്രയും എൻ്റെ ഭർത്താവിനോടൊപ്പം അയാൾക്ക് സുഖം നൽകി ഞാൻ അയാളോട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഉണങ്ങി രക്തം വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രായത്തിൽ എന്നെ ഇയാൾ ലിഹാർ ചെയ്തത് അനീതിയല്ലേ എന്ന് നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. ഇപ്പോ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വിധി വരണം, നല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. നീ ഇപ്പം മടങ്ങിപ്പോന്ന് പറഞ്ഞു. മടങ്ങിപ്പോയി, വീണ്ടും വന്നു, വീണ്ടും മടക്കി അയച്ചു. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ആയപ്പോ ഹൗല മുറ്റത്തേക്ക് ഇറങ്ങി, മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്തക്കി ഇലൈക യാ റബ്ബൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവെ, ഞാൻ നിന്നോട് പരാതി പറയാണ്, ആവലാതി പറയാണ്. നിന്നോട് ഞാൻ ആവലാതി എൻ്റെ ബോധിപ്പിക്കുകയാണ്. ഇങ്ങനൊരു സംഭവമുണ്ട്, നീ അതിനൊരു ഉടനെ തീർപ്പ് കൽപ്പിക്കണം എന്ന്. ആ സമയത്താണ് സൂറത്തുൽ മുജാദല അവതരിക്കുന്നത്. ആ പരാതി അങ്ങോട്ട് കേട്ടപ്പോൾ തന്നെ സൂറത്തുൽ മുജാദലയുമായി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് സൂറത്തുൽ മുജാദല ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. ഭർത്താവിന്റെ വിഷയത്തിൽ അങ്ങയോട് തർക്കിച്ച ആ പെണ്ണ്, വതസ്തകി ഇലല്ലാഹ്, അള്ളാഹിനോട് ആവലാതി ബോധിപ്പിക്കുകയും ചെയ്ത ആ പെണ്ണിന്റെ പരാതി അള്ളാഹു കേട്ടിരിക്കുന്നു നബിയെ. ആയത്തപ്പോഴാ ഇറങ്ങുന്നത്. ആ പെണ്ണ് ഭർത്താവിന്റെ വിഷയത്തിൽ അങ്ങയോട് തർക്കിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അപ്പോഴാണ് ലിഹാറിനെ ഇസ്ലാം മൻഅ ചെയ്തു, സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുള്ള വിധി ഇറങ്ങണത്. അപ്പോ ആ വിധി വന്നെങ്കിലും ലിഹാർ ചെയ്താൽ, അപ്പൊ ലിഹാർ ചെയ്താൽ പിന്നെ കഫാറത്തുണ്ട്, പ്രായശ്ചിത്തം കൊടുക്കണം. ലിഹാറിന്റെ പ്രായശ്ചിത്തം എന്താണ്?
ലിഹാറിന്റെ പ്രായശ്ചിത്തം ഒന്ന്, ഫമല്ലം യസ്തത്തി ഫഇത്ആമു 60 മിസ്കീന, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ്. അല്ലെങ്കിൽ റമദാനിലെ നോമ്പ് മുറിയൽ, അതിലും എന്താണ് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ്. റമദാനിൽ ഒരാള് ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തി, പകലിൽ, രാത്രിയല്ല കേട്ടോ, പകലിൽ ശാരീരിക ബന്ധം പുലർത്തിയാൽ അയാളും 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. എങ്കിലേ ആ ഒരു നോമ്പ് മുറിച്ചതിന്റെ ഫൈൻ അടയുള്ളൂ, ഫൈൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു സംഭവം. ഒരു വൃദ്ധൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, ഹലക്കനി, എന്നെ നശിപ്പിച്ചു, ഞാൻ നശിച്ചു പോയി നബിയെ എന്ന് വന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഞാൻ റമദാനിലെ നോമ്പുകാരനായിരിക്കെ ഞാൻ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തി, എന്തു ചെയ്യും? വൃദ്ധനാണ് അയാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അടിമനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ശേഷി വേണം അടിമേനെ മോചിപ്പിക്കണമെങ്കിൽ. മലപ്പുറം ടൗണിൽ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് അടിമേനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ. അപ്പൊ അയാൾ പറഞ്ഞു, അതിനെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. ഒരു നോമ്പിന് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അയാൾ പറഞ്ഞു, എനിക്ക് ഈ പ്രായത്തിൽ അത് കഴിയില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, ഇന്ത്യയിൽ അതിനുള്ള വകുപ്പില്ല, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പല്ല് കാണാൻ പാകത്തിന് ചിരിച്ചു എന്നാ പറഞ്ഞു, ഉറക്കെ ചിരിച്ചു എന്നാ പറഞ്ഞ. ഈ പറയപ്പെട്ട 3 കാര്യത്തിനും പറ്റില്ല, പക്ഷെ മറ്റേ പണിക്ക് നീ പറ്റി, ആ പരിപാടി ചെയ്തു നീ, അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ബാക്കി എല്ലാത്തിനും നിനക്ക് തടസ്സമുണ്ട് എന്നല്ലാണ് അല്ലാഹു റസൂൽ ചിരിച്ചത്. അപ്പോഴത്തേക്കും ഒരു പാത്രം ഭക്ഷണം വന്നപ്പോ നബി അത് കൊടുത്തു. ഇനി ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ച്, ഇത് എന്നേക്കാൾ പാവപ്പെട്ട ആൾക്കാണോ കൊടുക്കേണ്ടത്? എന്നേക്കാൾ പാവപ്പെട്ട ആൾക്കാണോ കൊടുക്കേണ്ടത്? അപ്പൊ പറഞ്ഞ അതേന്ന് പറഞ്ഞു. എന്നാ ഈ നാട്ടിൽ ഇന്നേക്കാൾ പാവപ്പെട്ട വേറെ ആരും ഇല്ല. അപ്പൊ ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. രസകരമായ അത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതായാലും ഭക്ഷണം എന്നുള്ളത് അതിന്റെ പ്രാധാന്യം കാണിക്കുന്നിടത്ത് ഉള്ള ഒരു വിഷയം കൂടിയാണ് ഈ ഫൈൻ രേഖപ്പെടുത്തി എന്നുള്ളത്. ഒന്നിരിക്കൽ ഫൈൻ ഭക്ഷണമായിട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ ഫൈൻ ഭക്ഷണം ഒഴിവാക്കണം. നോക്കെ ഇസ്ലാമിന്റെ പോക്ക്. അപ്പോഴും ഒരാളെ പട്ടിണിക്കിടാൻ ഇസ്ലാം പറയണല്ല, അയാൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാനല്ല പറഞ്ഞത്. നീ പട്ടിണി കിടക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് വലിയ ഒരു പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇതിപ്പോ എന്താ, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ എന്ന പരിഗണന അല്ല ഇസ്ലാം. മനുഷ്യൻ എന്ന പരിഗണന അല്ല. അതായത് കുല്ലു ദാത്തി കബുദത്തി റത്തുബിൻ, എല്ലാ പച്ചക്കരളുള്ള ജീവിക്കും എന്നാ പറഞ്ഞ ഭക്ഷണം കൊടുക്കല്. പച്ചക്കരളുള്ള ജീവി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എല്ലാ ജീവികളും അതിൽ പെട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ റജുലുൻ യംശി ബി തരീഖിൻ, ഒരു വഴി കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ ഇസ്തദ്ദ അലൈഹിൽ അതശു, അയാൾക്ക് കഠിനമായ ദാഹമുണ്ടായി. ഒരു വലിയ കിണർ കണ്ട്. കിണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കിണർ പോലെ ചിന്തിക്കണ്ട കേട്ടോ. നമ്മുടെ നാട് വിട്ടിട്ടുള്ള കിണറുകൾ കണ്ടിട്ടുണ്ടാവുമോ? ആ കിണറുകളിലൊക്കെ ഒരു പടവുണ്ടാവും താഴേക്ക് ഇറങ്ങിപ്പോവാൻ, ഒരു കല്ല് നീട്ടി വെച്ചിട്ടുണ്ടാവും. വലിയ വട്ടത്തിലുള്ള കിണറായിരിക്കും. ആ കിണറിൽ കിണറിലിറങ്ങി അതിന് അയാൾ വെള്ളം കുടിച്ചു. പുറത്തു വരുമ്പോൾ ഒരു നായ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ, ഒരു നായ ദാഹിച്ചിട്ട് നാവ് മണ്ണിലിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ട് ദാഹം കൊണ്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലായി, എനിക്ക് ദാഹിച്ചതുപോലെ അതിനും ദാഹിച്ചല്ലോ എന്നുള്ളത്. അയാൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, വെള്ളം ഷൂസിൽ വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുത്തു, അയാളുടെ ഷൂസ്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയുകയാണ്, അള്ളാഹു അയാളെ ഈ ചെയ്ത പണിക്ക് പ്രശംസിച്ചു. അള്ളാഹ് നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹ് പ്രശംസിച്ചു അയാളെ. ലഹു, അയാളുടെ എല്ലാ തെറ്റും പുറത്തു കൊടുത്തു അള്ളാഹ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹാഇമി അജ്റ,
മൃഗങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അതിന് ഞങ്ങൾക്ക് കൂലി കിട്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഫീ കുല്ലി ദാത്തി കബദിൻ റത്ബത്തിൻ അജ്റുൻ. എല്ലാ പച്ചക്കരളുള്ള ജീവിക്കും നിങ്ങൾ എന്ത് കൊടുത്താലും അതിന് അല്ലാഹു തആല നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും, നന്മ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോ നരകത്തിലെ ശിക്ഷ പറയുന്ന കൂട്ടത്തിൽ പറയുന്നില്ലേ, മാ സലക്കക്കും ഫീ സഖർ, ഈ നരകത്തിൽ നിങ്ങൾ എങ്ങനെയാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് നരകവാസികളിലെ ഒരു വിഭാഗം ആൾക്കാരോട്. അവരതിന് കൊടുത്ത മറുപടി എന്താ? ലം നക്കു മുസല്ലീൻ, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. നിസ്കരിച്ചില്ല എന്നല്ല അവർ പറഞ്ഞത്, നിസ്കരിച്ചില്ല. വല്ലാത്തൊരു പോയിന്റാണത്. നിസ്കരിച്ചില്ല എന്ന് അവർ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ പെട്ടില്ല. വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ടുണ്ടാവും, വീട്ടിലൊറ്റയ്ക്ക് അതുപോരാ, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ ജമാഅത്തിന് പള്ളി പോണം. ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ല. നരകത്തിൽ പോകാനുള്ള ഒരു കാരണം പറഞ്ഞത്. ഇനിയുണ്ട്, സൂറത്തുൽ ഹാക്കയിൽ പറയുന്നുണ്ട്, ഖുദൂഹു വഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുഖൂഹു. അവനെ പിടിക്കടാ, പിടിച്ചു കെട്ട്, അവനെ ചങ്ങലയിൽ 70 മുഴം നീളമുള്ള ചങ്ങലയിൽ പിടിച്ച് ബന്ധിപ്പിക്കൂ. കാരണം ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, അല്ലാഹുവിൽ അവൻ വിശ്വസിച്ചില്ല. വലാ യഹ്ലു അലാ തആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ പ്രോത്സാഹനം നൽകിയില്ല. അവിടെയൊക്കെ ഭക്ഷണം കയറി വന്ന രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ അറിയേണ്ടത്. ഒരാളെപ്പോലും അങ്ങനെ സുമ്മൽ ജഹീമ സല്ലൂഹു, നമുക്ക് വിശദീകരിക്കാം. അപ്പോ ഈ ഭക്ഷണം എന്നുള്ളത് നമ്മളുടെ ഒരു പ്രത്യേക, നമുക്കുള്ള ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഭക്ഷണം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ശിക്ഷ കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല. ഇപ്പൊ വീട്ടിലാണെങ്കിലും എന്നാ അവനക്കൊന്നും കൊടുക്കണ്ട, ഒരു ദിവസം പട്ടിണി കിടക്കട്ടെ എന്നൊക്കെ പറയും, പാടില്ല. പട്ടിണി കിടാൻ പാടില്ല. ഒരാളെ പട്ടിണി ശിക്ഷയായി ഒരാൾക്കും കൊടുക്കരുത്. അള്ളാഹു ഭൂമിയിൽ പട്ടിണിയെ ശിക്ഷയാക്കി ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് പട്ടിണി പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഇപ്പോ ഒരു സ്ത്രീ തന്റെ പൂച്ചയെ കെട്ടിയിട്ടു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു പെണ്ണൊരു ഒരു പൂച്ചയെ കെട്ടിയിട്ടു. അതങ്ങനെ ചത്തുപോയി. അക്കാരണത്താൽ അവൾ നരകത്തിൽ പോയി. എന്താ പ്രശ്നം? ലാഹിയ അത്അമത്തുഹാ വലാ സഖത്തുഹാ, ആ പെണ്ണ് അതിന് ഭക്ഷണം കൊടുത്തില്ല, അതിന് വെള്ളവും കൊടുത്തില്ല. ഇത് ഹബസത്തുഹ, അതിനെ കെട്ടിയിട്ടു. വലാഹിയ തറക്കത്തുഹാ തഅക്കുലു മിൻ ഹശാശിൽ അർള്, ഭൂമിയിൽ പോയിട്ട് ഇഷ്ടമുള്ളത് അതിന് തിന്നാനുള്ളതായ സ്വാതന്ത്ര്യവും കൊടുത്തില്ല. അങ്ങനെ അത് പട്ടിണി കിടന്ന് ചത്തു. കാരണത്താൽ ആ പെണ്ണ് നരകത്തിലാണ്. ഇപ്പൊ ഒരു ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോ, മെലിഞ്ഞ ഒട്ടകാണ്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ റബ്ബു ഹാദിഹിൽ അജമൽ, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അപ്പോ ഒരു ഫത്തൻ മിനൽ അൻസാരി, ഒരു അൻസാരിയായ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് എന്റെ ഒട്ടകാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ അല്ലത്തി മല്ലക്കല്ലാഹു ഇയ്യാഹ, അല്ലാഹു നിനക്ക് അധികാരം തന്ന ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹനെ സൂക്ഷിക്കുന്നില്ലേ? ഫഇന്നഹു ശക്ക ഇലയ്യ അൻ തുജീഉഹു, നീ അതിനെ പട്ടിണി കിട്ടു എന്ന് ആ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു. അത് ആലോചിച്ചു. ആ വലിയ വിഷയമായിട്ടാണ് കാണുന്നത്. ഇത് ഈ രണ്ട് സംഭവം മനുഷ്യന്മാരുടെ കാര്യത്തിലല്ല, ജന്തുക്കളുടെ കാര്യത്തില. അപ്പൊ മനുഷ്യന്മാരുടെ കാര്യത്തിലോ ഒരാളെ പട്ടിണി കിടാൻ പാടില്ല. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ആമന ബി മൻ ബാത ശബ്ആനൻ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി വഹുവ യഅലമു ബിഹി, തന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ
അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ മുഅ്മിനല്ല. ലാ മാ ആമന ബി, അവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല എന്നാ, റസൂലിൽ വിശ്വസിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ പട്ടിണിയെ ഒരാൾക്ക് നമ്മൾ പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. പട്ടിണി എന്ന് പറയുമ്പോൾ അത് നമുക്ക് അള്ളാഹു തആല ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ പട്ടിണി വന്നിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു പണിഷ്മെന്റ് ആയിട്ടല്ല തന്നിട്ടുള്ളത്. മറിച്ച് പട്ടിണി അള്ളാഹു തആല തന്നിരിക്കുന്നത് പരീക്ഷണമായിട്ടാണ്. ഇപ്പോ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വളറബല്ലാഹു മസലൻ ഖറിയത്തൻ കാനത്ത് ആമിനത്തൻ മുത്മഇന്നത്തൻ യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മക്കാൻ. അള്ളാഹു തആല ഒരു നാടിന് ഉപമ പറയുകയാണ്. ആ നാട് നിർഭയത്വമുള്ള നല്ല സമാധാനത്തോടെ ജീവിച്ച നാടാണ്. ആ നാട്ടിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ഭക്ഷണവും അവിടെ എത്തിയിരുന്നു. അൻഅമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു. അള്ളാഹു അവർക്ക് ഭയത്തിന്റെയും പട്ടിണിയുടെയും വസ്ത്രം എന്ത് ചെയ്തു? അനുഭവിപ്പിച്ചു. അവിടെ ശിക്ഷിച്ചു എന്നല്ല പറഞ്ഞത്, അതൊന്ന് അനുഭവിക്കാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോഴും ശിക്ഷിച്ചു എന്നുള്ള അള്ളാഹു തആല പറഞ്ഞില്ല. കാരണം പട്ടിണി പരലോകത്തെ ശിക്ഷയാണ്. പരലോകത്ത് നരകത്തിലെ ഒരു ശിക്ഷയാണ് പട്ടിണി. എങ്ങനത്തെ പട്ടിണി? എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് നിറയാത്ത പട്ടിണി. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളദീഅ്, ഒരു പ്രത്യേകതരം ഒരു ചെടിയാണ് അവരുടെ ഭക്ഷണം. ആ ഭക്ഷണം കഴിച്ചാൽ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്, പുഷ്ടിപ്പെടുകയുമില്ല, വിശപ്പ് മാറുകയില്ല. വിശപ്പ് എത്ര തിന്നാലും വിശപ്പ് മാറാതിരിക്കുക എന്നുള്ളത് ഒരു തരം ശിക്ഷയായിട്ട് നാളെ പരലോകത്ത് അല്ലാഹു തആല കൊടുക്കും. ഇവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ പണി ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു സമൂഹം പട്ടിണി കിടക്കുന്നുണ്ട്, പട്ടിണി ആയിട്ടുണ്ട് എങ്കിൽ, ഇപ്പോ ഗസയിലൊക്കെ പട്ടിണി വന്നു, അത് ശിക്ഷ എന്ന് പറയാൻ പാടില്ല. നമുക്ക് പട്ടിണി വന്നു, ശിക്ഷ എന്ന് പറയാൻ പാടില്ല. മറിച്ച് അതെന്താണ്? പരീക്ഷണമാണ്. അത് അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, ഭയവും പട്ടിണിയും തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷണം ഉണ്ടാവും. എങ്ങനെയാണ് ഈ പട്ടിണി പരീക്ഷണമായിട്ട് വരിക? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഒരു സമൂഹത്തിന് പട്ടിണി പരീക്ഷണമായി വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് അവർക്കുള്ള പരീക്ഷണമല്ല. അത് ആർക്കുള്ള പരീക്ഷണ? അത് നമുക്കുള്ള പരീക്ഷണമാണ്. ഒരു ടീം പട്ടിണി ആയാൽ അത് മറ്റുള്ളവർക്കുള്ള പരീക്ഷണമാണ്. അവർക്ക് ആ പട്ടിണിയിലൂടെ അല്ലാഹു തആല എന്ത് ചെയ്യും? പരലോകത്ത് സൗഭാഗ്യം കൊടുക്കും, അവർ ക്ഷമിച്ചാൽ. പക്ഷേ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ പട്ടിണിയിലാണ് എന്ന് അറിഞ്ഞിട്ട് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാതെ വന്നാൽ അത് നമ്മളാണ് ഭയങ്കര കുറ്റക്കാര്, അല്ലെ? അതുകൊണ്ടാണ് റഫയുടെ അതിർത്തി തുറന്നപ്പോഴേക്കും നമ്മുടെ അറബ് രാജ്യങ്ങൾ മുഴുവനും ഭക്ഷണം അങ്ങോട്ടേക്ക് അയച്ചത്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല, അത്തരത്തിലാണ് ഭക്ഷണം അവിടെ എത്തിയത്. നമുക്ക് പരീക്ഷണമായി വരും. ഇപ്പോ അല്ലാഹു തആല പറഞ്ഞ ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അള്ളാഹു പറഞ്ഞതായിട്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ, യഖൂലു യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അള്ളാഹു പറയും, യബ്ന ആദം, ആദമിന്റെ മോനെ, മരിൽതു ഫലം തഅദ്നി, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. ഖാല, അപ്പോ അവൻ പറയും, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, നീ എങ്ങനെ രോഗിയാകുക? ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കുക? നീ റബ്ബുൽ ആലമീനായ അല്ലാഹല്ലേ, നിന്നെ എങ്ങനെ എനിക്ക് വന്ന് കാണാൻ പറ്റുക? നീ എങ്ങനെ രോഗിയാകുക എന്ന് ചോദിക്കും. അപ്പൊ അല്ലാഹു തആല പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഅദുഹു, നീ അറിഞ്ഞില്ല ഇന്നാലിന ആള് രോഗിയായി കിടന്നിരുന്നു, ആ രോഗിയെ നീ പോയി കണ്ടില്ല. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജതനി ഇൻദഹു, അയാളെ നീ പോയി സന്ദർശിച്ചിരുന്നുവെങ്കിൽ നീ എന്നെ കണ്ടതിന് എൻ്റെ അടുത്ത് വന്നതുപോലെയാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രോഗീനെ കാണാൻ പോകുമ്പോ ആ രോഗി ഏത് രോഗി ആയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കണം,
അത് അള്ളാഹു എനിക്ക് തന്ന പരീക്ഷയാണ് അയാൾ രോഗിയായത്. ഞങ്ങൾ ബാക്കിയാത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പനിഷ്മെന്റ് തരുമായിരുന്നു. അതായത് ഞങ്ങൾക്കുള്ള പനിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. പള്ളിയും അറബിക് കോളേജിന്റെ ഇടയിൽ ഒരു ഗേറ്റ് ഉണ്ടാവും. അപ്പൊ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ജമാഅത്തിന്റെ ഒരു ഇത്ര മിനിറ്റുകൾക്ക് മുമ്പ് ആ ഗേറ്റ് ക്ലോസ് ചെയ്യും. ആ ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ പള്ളിയിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ പോകുന്ന ആൾക്കാരെ എല്ലാം നമ്പർ നോട്ട് ചെയ്യും. അപ്പൊ പള്ളിയിൽ പോകാത്ത ആൾക്കാർക്ക് പണിഷ്മെന്റ് കൊടുക്കും. അങ്ങനെയുണ്ട്. ആ പണിഷ്മെന്റ് എന്താണെന്നറിയാമോ? പണിഷ്മെന്റ് ഒന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ, CMC, വെല്ലൂർ CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. അവിടെ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെയൊക്കെ പോയിട്ട് സന്ദർശിക്കുക, റിപ്പോർട്ട് തയ്യാറാക്കുക. രോഗസന്ദർശനം. അവിടെ പോയി സന്ദർശിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ പോലെ സർജറി ഒക്കെ ചെയ്തിട്ട് ആരെയും കയറ്റാതെ അങ്ങനെ അകറ്റി നിർത്തിയാൽ എല്ലാവർക്കും കാണാം. അതൊക്കെ സർജറി ചെയ്ത് ഇങ്ങനെ കിടക്കണത്, ക്യാൻസർ വന്ന് കിടക്കുന്ന ആളുകൾ, പലതരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാം ഓപ്പണാണ്, കീറി കാണാം. അതൊരു നമുക്കൊരു തർബിയത്താണ് രോഗികളെ സന്ദർശിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ തരുന്ന ഒരു തർബിയത്താണ്. ഓരോ രോഗങ്ങൾ കേൾക്കുമ്പോ നമ്മൾ മൂക്കിൽ വിരൽ വെക്കും അല്ലേ? വല്ലാത്ത. പക്ഷെ അങ്ങനെയല്ല, പോയി കാണണം, സന്ദർശിക്കണം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് അയാൾക്ക് പ്രയാസമൊന്നുമില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ, ചില ആൾക്കാരുണ്ട് നമ്മൾ ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ആ പണിക്ക് പോകണ്ട. അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക, മറ്റൊരാളെ വിട്ടിട്ട്. അയാളെ സന്ദർശിക്കൽ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ റമദാനിൽ ഒരു ആക്സിഡന്റ് ആയിട്ട്, നമ്മളിവിടെ പറഞ്ഞിരുന്നു, നമ്മുടെ റമദാനിലെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്, ആക്സിഡന്റ് ആയിട്ട് വീട്ടിൽ കിടന്നു. അയാൾ പറയാണ്, ഒരാൾ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നമുക്ക് തോന്നും രോഗിയായി കിടന്നു കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ളപ്പോ പുറത്തിറങ്ങും അല്ലേ? ഇഷ്ടമുള്ളപ്പോ പുറത്തിറങ്ങും, അങ്ങാടി പോകും, ഇഷ്ടമുള്ള കടയിൽ കയറി ചായ കുടിക്കും, നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ പോയി കാണും, സംസാരിക്കും. എത്രയോ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു രോഗിയായി ബെഡിലായി കഴിഞ്ഞുള്ള അവസ്ഥ എന്ത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ലോകം മുഴുവനും ഈ റൂമിലേക്ക് അങ്ങോട്ട് ചുരുങ്ങാണ്. അവിടെയാണ് മറ്റൊരാൾ നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖം. പുറത്തുള്ള വാർത്തകളൊക്കെ അറിയാൻ പറ്റും. അയാൾ അടുത്തു നിന്ന് പോകല്ലേ എന്ന് ഈ രോഗി ആഗ്രഹിക്കും, അയാളുമായി വർത്താനം പറയാൻ. ഞാനങ്ങനെ റമദാനൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞ ഒരു ദിവസം നോക്കിയിട്ട് മൂപ്പരൊന്ന് കാണാൻ പോയി. വീണ്ടും കാണാൻ വേണ്ടി ചെന്നപ്പോ ഒരു 10 മിനിറ്റ് നിന്ന് സംസാരിച്ചിട്ട് പോരാമെന്ന് കരുതി ഇരുത്തം അരമണിക്കൂർ നീണ്ട്. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ ഇരിക്കും പോലെ പോവല്ലേ, ദുഹറിന്റെ സമയമായിട്ടില്ലല്ലോ, ഇനി ഉണ്ടല്ലോ, അപ്പൊ കുറച്ചു നേരം കൂടെ വർത്താനം പറയാം. ഒരു വിഷയത്തിലേക്ക് ഇടുക, നമ്മളെ വർത്താനം പറയാൻ, കാണാൻ, ഓരോ കാര്യങ്ങൾ അറിയാൻ. സോഷ്യൽ മീഡിയ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. ഒരാൾ ചെന്ന് സംസാരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന സുഖം. വീണ്ടും അല്ലാഹു തആല പറയും, യബ്ന അഖി, യബ്ന ആദമിന്റെ മോനെ, ഇസ്തത്അംതുക ഫലം തുത്ഇമിനി, എനിക്ക് വിശന്നു, ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അള്ളാഹു പറയും. അപ്പൊ ഇയാൾ ചോദിക്കും, യാ റബ്ബി വ കൈഫ ഉത്ഇമുക വ അൻത റബ്ബുൽ ആലമീൻ, എങ്ങനെ ഞാൻ നിനക്ക് ഭക്ഷണം തരിക, നീ റബ്ബുൽ ആലമീൻ അല്ലേ? അള്ളാഹു പറയും, അമാ അലിംത അന്ന ഹുസ്തം ഇസ്തതഅമത അബ്ദി ഫുലാനുൻ ഫലാ തുത്ഇമുഹു, എന്റെ ഇന്നാലിന്ന ആളുകൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ടിരുന്നു, അവർക്ക് ഭക്ഷണം ആവശ്യമായിരുന്നു, അവർക്ക് നീ ഭക്ഷണം എത്തിച്ചു കൊടുത്തില്ലല്ലോ. കേട്ടില്ലേ? അപ്പൊ ഒരു വിഭാഗം ആളുകൾ പട്ടിണിയിലായാൽ ആ പട്ടിണി നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനമായ പാഠം എന്താണ്? ആ പട്ടിണിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ ആക്റ്റീവ് ആകണം എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പട്ടിണിയെ നിസ്സാരമാക്കരുത് എന്നുള്ളതാണ്.
അപ്പൊ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ ഈ ആശയം, ആ ആശയത്തെ ഇന്ന് നമ്മൾ ലോക സമൂഹത്തിന്റെ മുമ്പിൽ കുറേയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പൊ ഗസയിലത്തെ വിഷയം തന്നെ നമ്മൾ പറഞ്ഞല്ലോ. ഗസയില് ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോഴും പട്ടിണി കൊണ്ട് ഒരു മനുഷ്യൻ അങ്ങോട്ട് ചുരുണ്ടുപോവുക, പട്ടിണി കൊണ്ട് ചുരുണ്ടുപോവുക. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ അത്തരം ഒരു പട്ടിണിയെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്നിട്ട് വയറൊട്ടിയിട്ട് കല്ല് കെട്ടി വെച്ചല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ട് ഞാൻ പട്ടിണി കിടക്കാറുണ്ട്. എന്തിനാ? മെലിയാന്, വണ്ണം കുറയ്ക്കാന്, അല്ലേ? തിന്നതിന്റെ ഊക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടിണി കിടക്കണത്. എന്നാൽ നിങ്ങൾ അറിയണം, വേണ്ടതുപോലെ ഭക്ഷണം കിട്ടാത്ത എത്രയോ ആളുകൾ ഉണ്ടെന്നറിയൂ, എത്രയോ ആളുകൾ. ഞാൻ നമ്മുടെ സ്ഥാപനത്തിലെ രണ്ട് കുട്ടികളുണ്ട്, രണ്ട് കുട്ടികൾ ഒരുമിച്ച് കൊണ്ടുവന്നതാണ്. രണ്ട് കുട്ടികളെ. അപ്പോ ആ കുട്ടികൾ ഒന്നും പഠിക്കണമെന്നില്ല, ചെറിയ കുട്ടികളാണ്, ഒന്നും പഠിക്കണമെന്നില്ല. രണ്ട്, ഇവർക്ക് ഇങ്ങനെ കുറുമ്പും വികൃതിയൊക്കെ കൂടുതലുമാണ്. അപ്പൊ ഞാൻ അവരെ കൊണ്ടുവന്നാക്കിയ ടീമിനോട് പറഞ്ഞു, കുട്ടികളെ കൊണ്ടുപോയിക്കോളി, നമുക്ക് കൊണ്ടിടക്കൽ ബുദ്ധിമുട്ടാണ് ഇവിടെ. ഒന്നാമത് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, ചെറിയ മക്കളാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം, പക്ഷേ മൗലവി, ഞങ്ങൾ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്താ കാരണം എന്ന് വെച്ചാൽ, കൃത്യസമയത്ത് ആ മക്കൾക്ക് ഭക്ഷണം കിട്ടൂല ഇവിടെ. കാരണം ഈ കുട്ടികളുടെ ഉപ്പ മരണപ്പെട്ടു പോയതാണ്. ഉമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആ കുട്ടികളുടെ വെല്ലുപ്പയാണെങ്കിൽ തീരെ ഒന്നിനും പറ്റുന്ന ഒരാളല്ല. ആങ്ങളമാരില്ല ആ പെണ്ണിന്, ഇതിൻ്റെ ഉമ്മാക്ക്. അങ്ങനെ ഒരു പ്രയാസമുള്ളൊരു ജീവിതം നയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സ്ഥാപനത്തെ പറ്റി കേട്ടപ്പോൾ, നിങ്ങൾ അവിടെ കൊണ്ടുവന്നാക്കിയാൽ നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുമല്ലോ, കുട്ടി പഠിച്ചോ ഇല്ലെന്നുള്ളതല്ല വിഷയം. അത് ഉദ്ദേശിച്ചിട്ടാണ് കൊണ്ടുവന്നാക്കിയത്. അത് ഞങ്ങൾ പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അത് പുറത്തറിയാതെ അങ്ങനെ പോവാമെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ തന്നെ പറഞ്ഞ്, കുട്ടികളെ കൊണ്ടുപോകണ്ട, അവിടെ നിർത്തിക്കോ. ഇത് നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല, അതിന് തയ്യാറാകൂലായിരുന്നു, നിങ്ങളെ അയക്കാൻ ഞങ്ങൾ മുടക്കൂലായിരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടികൾ ഇപ്പോൾ അവിടെ ഉണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ടെന്നറിയോ ഇവിടെ. നമ്മളിപ്പോഴും സുഭിക്ഷമാണ്, സന്തോഷത്തിലാണ് നമ്മൾ. പക്ഷേ പ്രയാസങ്ങൾ. അപ്പൊ അങ്ങനെ പരസ്യമായി ആവശ്യങ്ങൾ പറയാതെ കഴിഞ്ഞു കൂടുന്ന എത്രയോ ആളുകളുണ്ട്. അതിസമ്പന്നനായ ഒരു വ്യക്തി, അയാൾ അതിസമ്പന്നനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അയാളുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ പോയി. അങ്ങനെയാണ് സമ്പത്തിന്റെ സ്വഭാവം. അള്ളാഹു അത് നമുക്ക് പരീക്ഷണമായിട്ട് തരുന്നതാണ്. ഈ അവസ്ഥ നാളെ മറഞ്ഞു വന്നുകൂടായികയില്ല, പറയാൻ പറ്റില്ല. അയാൾ ഒരിക്കലും കരുതിയിട്ടില്ല അയാളുടെ സാമ്പത്തിക അവസ്ഥ അങ്ങനെ പരിതാപകരമാകുന്ന അയാൾ കരുതിയിട്ടില്ല. അയാൾ തൻ്റെ മകളെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി. കുറേ ദൂരമുള്ള ആളാണ്, സ്ഥലം പോലും പറയാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സ്ഥലം പോലും പറയാം. കുറേ ദൂരമുള്ള ഒരാളാണ്. അയാളുടെ മകളെ ഇവിടെ കൊണ്ടുവന്നാക്കി. അയാൾ എന്നോട് മാത്രം പറഞ്ഞൊരു കാര്യമാണ്, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ, അതായത് വ്യക്തിനെ അറിയാവുന്ന ആളുകളോണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അയാൾ വ്യക്തിനെ നിങ്ങൾ എന്തായാലും അറിയില്ല എന്നുള്ളത്. എൻ്റെ മോൾക്ക് കൃത്യമായ ഒരു ഭക്ഷണം മൗലവി ഇവിടെ കിട്ടൂലോ, ആ ഒറ്റ പ്രതീക്ഷയാണ് ഞാനിവിടെ ഇത്രയും ദൂരെ കൊണ്ടുവന്നാക്കിയിട്ട് പോകണം, മറ്റാരും അറിയാനും പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ കുട്ടീനെ ഇങ്ങനെ ചേർക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ശാഖാ കമ്മിറ്റിയായിട്ട് എനിക്ക് ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് സംസാരിക്കാൻ എന്നിട്ട് മൗലവി ബന്ധപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മുപ്പരുടെ അവസ്ഥ പറഞ്ഞത്. ഇങ്ങനെ എത്രയോ ആളുകളുണ്ടെന്നറിയും. അപ്പം ഈ ഇവിടുന്ന് തന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ അയാൾ കുട്ടികളൊന്നും കൊണ്ടുവന്നാക്കിയില്ല, ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അയാൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ആരംഭത്തിൽ ഒരു കുട്ടിക്കുള്ള ഫുള്ളായിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള പൈസയൊക്കെ തന്ന ഒരാളാണ്. പിന്നീട് ഞാൻ
നമ്മുടെ ആവശ്യം പറഞ്ഞ് കോൺടാക്ട് ചെയ്തപ്പോൾ തീരെ പ്രതികരിച്ചില്ല. അപ്പം ഞാൻ കരുതി താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത്. എന്നെ ഒരാഴ്ച മുമ്പ് അയാൾ എന്നെ വിളിച്ചു, വേറെ വിഷയം പറയാൻ വേണ്ടി, ഇത് പറയാൻ വേണ്ടിയല്ല വിളിച്ച. ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി എൻ്റെ ബിസിനസ് ആകെ തകർന്ന്, ഞാൻ വട്ടപ്പൂച്ചയായി. ഇപ്പോൾ എൻ്റെ ഈ ഇരിക്കുന്ന വീട് പോലും വിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. വാടക വീട്ടിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. വിവാഹപ്രായ ഒരു മകളുണ്ട്, അവളെ എങ്ങനെ കെട്ടിച്ചു കൊണ്ടതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ വട്ടപൂജയാണ്. ഒരു ദിവസത്തെ എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം പോലും പരിതാപകരമാണ് പോലും. നമ്മള് ചുറ്റുവട്ടങ്ങൾ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം എപ്പോഴും. അങ്ങനെ ഒരാൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇത്രയും സുന്ദരമായ ഒരു ആശയത്തെയാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത്. ആ ആശയമുള്ള ദീനിന്റെ ആളുകളെയാണ് ഇപ്പോൾ ഈ ജൂതന്മാര് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജൂതനാണ് അവിടെ പട്ടിണിയെങ്കിൽ, ജൂതനാണ് ആ നാട്ടിൽ ജൂതനാണ് പട്ടിണിയെങ്കിൽ, പലസ്തീനിൽ ഗസയിൽ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവരുടെ കയ്യിൽ ഈ ഭക്ഷണം ഉണ്ട് എങ്കിൽ മുസ്ലിങ്ങൾ ആ ജൂതന് കൊടുക്കൂലേ? അവരെ പട്ടിണിക്കിടുവോ? ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ ജൂതന് നമ്മളോടുള്ള വൈരാഗ്യം അമ്മാതിരി ഉണ്ടെന്ന് ആലോചിച്ചു. എന്നിട്ട് ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അത്. ഈ വൈരാഗ്യം അവൻക്ക് നമ്മളോടുള്ള ഈ ദേഷ്യം, അതിന്റെ ഫലമായിട്ട് അവൻ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ആളുകളുണ്ട് അവിടെ. പല ആളുകളും നമുക്ക് ദീനിനെ തകർക്കാനുള്ള ആൾക്കാർ ദീനിന്റെ വേഷം അണിഞ്ഞുകൊണ്ട്. അബ്ദുല്ലാഹിബ്നു സബ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്തിനാ? ദീനിനെ തകർക്കാനല്ലേ? മുസ്ലിം ആയിട്ടല്ലേ വന്നത് അവൻ. അങ്ങനെയുള്ള ഒരു ടീമാണ് അവരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നന്മ ഭക്ഷണം കൊടുക്കുക എന്ന ആ നന്മയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.